ഇല്ലല്ലാഹ് നിനക്ക് നിസ്കാരമുണ്ട്, നിനക്ക് നോമ്പുണ്ട്, നിനക്ക് ദിക്റുണ്ട്, നിനക്ക് ഹജ്ജുണ്ട്, നിനക്ക് സ്വലാത്തുണ്ട്. പക്ഷേ നിന്റെ ഏറ്റവും അടിസ്ഥാനമായി അള്ളാഹു ഏറ്റെടുത്ത കാര്യത്തിൽ നിനക്ക് വിശ്വാസമില്ല എങ്കിൽ നീ അകപ്പെട്ടവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്ത കാര്യത്തിൽ നിനക്ക് വിശ്വാസമില്ല. അള്ളാഹു അടിസ്ഥാനപരമായി ഏറ്റ ഒരു കാര്യം, അതിൽ നിനക്ക് വിശ്വാസമില്ല, ഉറപ്പില്ല, അതിൽ ഒരു ഉറപ്പ് നിനക്കില്ല എങ്കിൽ നീ മുഅ്മിനല്ല. നിനക്ക് നിസ്കാരമുണ്ട്, നിനക്ക് നോമ്പുണ്ട്, നിനക്ക് ഹജ്ജുണ്ട്, നിനക്ക് സക്കാത്തുണ്ട്. പക്ഷെ അടിസ്ഥാനപരമായി പടച്ച തമ്പുരാൻ ഏറ്റ ഒരു വിഷയമുണ്ട്, അത് ഏറ്റതാ. ആ വിഷയത്തിൽ നിനക്കൊരു ഉറപ്പില്ല എങ്കിൽ നീ അകപ്പെട്ടവനാണ്. അതാണ് അകപ്പെടൽ. കടമല്ല, രോഗമല്ല, വിഷമമല്ല, പ്രയാസമല്ല. അത് അമ്പിയാവിന് മുഴുവനും ഉണ്ടായതാണ്. ശത്രുവല്ല, ശത്രു ഇല്ലാത്തൊരു നബിയില്ല. നിനക്ക് ശത്രു ഉണ്ട് എന്നത് പ്രയാസമല്ല. എന്തുകൊണ്ട്? ശത്രുവില്ലാത്ത ഒരു നബിയില്ല. നാട്ടിൽ എല്ലാവർക്കും നിന്നോട് ഇഷ്ടമാണെങ്കിലേ നീ പേടിക്കണ്ടുള്ളൂ. ഈ മുഅ്മിനല്ലേ? ഉണ്ണിമാന്മാരെ എല്ലാവർക്കും ഇഷ്ടം. ഉണ്ണിമാന്മാര് വല്ല കൂട്ടത്തിലും ഉണ്ടാവും. ഉണ്ണിമാന്മാര് എല്ലാവർക്കും ആട്. ഒരു നാട്ടിൽ അങ്ങാടിൻ്റെ നടുവിൽ ഒരു പള്ളി ഉണ്ടായി, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പള്ളി. പിന്നീട് ഇടക്കാലത്ത് അവരൊരു എണ്ണിമാം മൂല്യർ വന്നു. അയാൾ അവിടെ ഒരു 10-25 കൊല്ലം ജോലി ചെയ്തപ്പോൾ ഇന്ന് ആ പള്ളി വഹാബികളായില്ല. ആ നാട്ടിൽ മുഴുവൻ നല്ലത് പറയുന്ന മൂല്യരുമാണ് ഇയാൾ. അയാൾക്ക് സുന്നി പ്രശ്നമല്ല, മുജാഹിദ് പ്രശ്നമല്ല, ഒന്നും പ്രശ്നം. ഇങ്ങനെ എണ്ണിമാൻ എന്ന് പറയും. ആ കാക്കയാണ് ആ നാട് നശിപ്പിച്ചത്. നാട്ടിലെ ജാഹിലീയങ്ങളായ ആളുകൾ അയാളെ നല്ലത് പറയണ ഞാൻ എൻ്റെ ചവിട്ടിൽ 100 വട്ടം കേട്ടിട്ടുണ്ട്. പക്ഷെ അയാൾ ആരാണ്? അയാൾ നാടിനെ, എൻ്റെ ദീനെ നശിപ്പിച്ചു. അപ്പം ജനങ്ങൾ മുഴുവൻ, ജനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്നും ആരാണ്? വിഡ്ഢികളാണ്. ജനം എന്നും വിഡ്ഢികൾ. യഥാർത്ഥ ഇൽമിനെ ജനങ്ങൾ എതിരേൽക്കും. വൽ ജാഹിലൂന ലി അഹ്ലിൽ ഇൽമി അഅദാഉ. യഥാർത്ഥ ഇൽമിനെ ജാഹിലീയങ്ങൾ എന്നും ശത്രുക്കളായിരിക്കും. യഥാർത്ഥ ഇൽമിനെ ജാഹിലീയങ്ങൾ ശത്രുവായിരിക്കും. ജാഹിലൂന ലി അഹ്ലിൽ ഇൽമി അഅദാഉ. ജാഹിലീയങ്ങൾ യഥാർത്ഥ ഇൽമിനെ എതിരേൽക്കും. അവർക്ക് പറ്റിയത് പറയേണ്ടി വരും. അപ്പൊ ജനങ്ങൾ നിന്നെപ്പറ്റി നല്ലത് പറയൽ അതിലക്കപ്പെടല. നിനക്ക് ശത്രു ഉണ്ടെങ്കിൽ അതക്കപ്പെടലല്ല. ശത്രുവില്ലാത്ത ഒരു നബിയുമില്ല. അവസാനത്തെ നബി മുഹമ്മദ് മുസ്തഫ വഫാത്താകുമ്പോൾ ശത്രു ജീവിച്ചിരിപ്പുണ്ട്. ശത്രുവിന് മുഴുവൻ കൊന്നൊടുക്കി മരിച്ച ആളല്ല മുഹമ്മദ് മുസ്തഫ. ഏറ്റവും വലിയ ശത്രു എന്ന് പറഞ്ഞാൽ അബൂജഹലിനേക്കാളും വലിയ ശത്രു. അബൂജഹൽ നബിയാന്ന് വധിച്ചില്ലല്ലോ, വധിച്ചു. അബൂജഹലല്ലല്ലോ വലിയ ശത്രു, അതിനേക്കാളും വലിയ ശത്രു അല്ലേ ആര്? മുസ്ലിമത്തുൽ കദ്ദാബ് നബിയാന്ന് വധിച്ചില്ലേ? താങ്കൾ നബി അല്ലാന്നേ വധിച്ചുള്ളൂ. ഞാൻ നബിയാണെന്ന് അബൂജഹൽ വധിച്ചില്ല, ഉത്ബത്ത് വധിച്ചില്ല, ഷൈബത്ത് വധിച്ചില്ല. അതല്ല ശരിയായ നബി, ഞാനാണ് ശരിയായ നബി എന്ന് വാദിച്ച ആളാണ് ആര്? മുസൈലിമ. ഈ ശത്രു ജീവിച്ചിരിക്കുമ്പോൾ റസൂലുള്ളാഹി വഫാത്തായി. ശത്രു ഉണ്ടാകൽ ഒരു പ്രശ്നമില്ല. നല്ലവർക്കൊക്കെ ശത്രു ഉണ്ടാവും. ഈ ലോകത്തിന് മുഴുവനും ഭക്ഷണം കൊടുത്ത് പരിപാലിച്ച് പോറ്റുന്ന റബ്ബുൽ ഇസ്സത്തിന്റെ ശത്രുക്കൾ എത്രയാണ്? എന്നിട്ടും അവൻ അവരെ പോറ്റുകയാണ്. അവൻ റഹ്മാനാണ്. വഴിപ്പെട്ടാലും വഴിപ്പെട്ടില്ലെങ്കിലും അവൻ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും അവൻ പോറ്റും.
എന്നിട്ടും ഇന്നും വലിയൊരു ജനത അവൻ ശത്രുക്കളാണ്. ശത്രു ഉണ്ടായതുകൊണ്ട് ഒരാൾ ഉരുകിത്തീരുകയാണെങ്കിൽ അള്ളാഹു അല്ലേ ഉരുകിത്തീരുണ്ട്? ഏത് കാലത്തും പിന്നെ ശത്രുവാണ്. ഇതൊന്നും പേടിക്കണ്ട. ശത്രു ഉണ്ടാകൽ ഒരു അകപ്പെടലല്ല. അപ്പുറത്തെ പേർക്കാർക്ക് ഞങ്ങളോട് കണ്ണുകടിയാണ് ചിലർ പറയും. ആയിക്കോട്ടെ, കണ്ണുകടി ആയിക്കോട്ടെ, അതിൻ്റെ അർത്ഥം നിനക്ക് ഞാമത്തുണ്ടെന്നല്ലേ. അപ്പുറത്തെ പേർക്കാർക്ക് നിന്നോട് കണ്ണുകടിയാണ്. എന്താ കാരണം? നിന്റെ ഞാമത്തുണ്ടെങ്കിൽ കണ്ണുകടി കേൾക്കാറുണ്ടാവും. ഉറപ്പല്ലേ ഒരാൾക്ക് ഞാമത്തുണ്ടെങ്കിൽ കണ്ണുകടിക്കാറുണ്ടാവും. فإن لكل نعمة محصول. ഏതൊരു നിഅമത്തിനും فإن كل ذي نعمة محصول. رسول الله فإن كل ذي نعمة محصول. فإن كل ذي نعمة محصول. ഒരാൾക്ക് നിഅമത്തുണ്ടെങ്കിൽ ഏതൊരു നിഅമത്തുള്ളവനും മഹ്സൂദായിരിക്കും, അവൻ അസൂയക്കാരുണ്ടാവും. അപ്പൊ അസൂയക്കാരില്ലെങ്കിൽ എന്താ മനസ്സിലാക്കേണ്ടത്? നിഅമത്തില്ല. നമുക്ക് നിഅമത്തുണ്ടെങ്കിൽ ആരുണ്ടാവും? അസൂയക്കാരുണ്ടാവും. 10 പൈസ കയ്യിലില്ലാതെ ഒക്കെ പൊളിഞ്ഞ് പാപ്പറായ നടന്നു നാട്ടിൽ കൂടെ ഒരു അസൂയക്കാരുണ്ടാവില്ല. പാവേ എന്ന് പാവം തന്നെ, പാവം. അതേ സമയത്ത് പിറ്റേ ദിവസം നിനക്കൊരു കച്ചവടം കിട്ടിയാലോ ഇവരൊന്നും എന്നോട് സലാം പറയില്ല. അപ്പൊ അയൽപക്കക്കാർക്ക് നിന്നോട് അസൂയ. ആയിക്കോട്ടെ, അൽഹംദുലില്ലാ എന്നറിയായി. നിനക്ക് എന്തുണ്ട്? നിഅമത്തുണ്ട് എന്നല്ലേ അതിന്റെ അർത്ഥം. എന്തിനാ പേടിക്കുന്നത്? നിഅമത്ത് ഉണ്ടാകും. ഒരു മുഅ്മിന് നിഅമത്ത് ഉണ്ടാവും. അപ്പോൾ ആരുണ്ടാവും? അസൂയക്കാരുണ്ടാവും. അതുകൊണ്ടല്ലേ ഖുർആനിൽ അവസാനം പറഞ്ഞ ദുർഗുണം ഹസദല്ലേ? ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ വമിൻ ശർരി നഫ്ഫാഥാതി ഫിൽ ഉഖദ വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ. അസൂയക്കാരുണ്ടാവും. അവരെ തൊട്ട് കാവലിന് ചോദിക്കുക. എന്തുകൊണ്ട്? അസൂയക്കാരുണ്ടാവും. അതൊരു പ്രശ്നമല്ല. സത്യവിശ്വാസിക്ക് പോലും അസൂയ വരും. പിന്നെന്താ വേറെ കാര്യം? മുഅ്മിനായ മനുഷ്യനാണെങ്കിലും 3 ദോഷങ്ങളുണ്ടാവും. മുഅ്മിനാണ്, എനിക്ക് അസൂയൊന്നുമില്ല. അങ്ങനെ പറയണ്ട. നിനക്ക് അസൂയ ഉണ്ടാവും. ഞാൻ ഔലിയാണ്, എനിക്ക് അസൂയല്ല. ഔലിയാണെങ്കിൽ അസൂയ ഉണ്ടാവും. അത് നീക്കാൻ കഴിയൂലെങ്ങായി. ഇല്ലെങ്കിൽ അള്ളാഹു അത്രയും ഉന്നതന്മാരിൽ ഉന്നതരാക്കണം, അമ്പിയാക്കന്മാരെ പോലെ. അല്ല, ആ ദറജയിലേക്ക് അള്ളാഹു വരും കയറ്റണം. ഇതൊക്കെ വലിയ ഉന്നതമായ ദറജയാണ്. ഉത്ബാനിയത്തിന്റെ മർത്തബ, ഹുസാനിയത്തിന്റെ മർത്തബ, അങ്ങോട്ട് എത്തണം. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനിനെ പോലത്തെ വലിയ വലിയ ആളുകൾ. മനസ്സിലായില്ലേ? ചിന്തിക്കണം. അപ്പോഴത്തെ മുഅ്മിനാണെങ്കിൽ പോലും സലാദത്തുൻ ലാ യഖ്ലു അൻഹാ അബ്ദുൻ മുഅ്മിൻ. മുഅ്മിനാണെങ്കിൽ പോലും 3 ദോഷങ്ങൾ ഒഴിവാകില്ല. ഒന്ന് അൽ ഹസദു, അസൂയ. മുഅ്മിനാണെങ്കിലും എന്തുണ്ടാവും? ഓന്റെ മേലുള്ളവരോട് അസൂയ ഉണ്ടാവും. അത് ലോകം അങ്ങനെയാണ്. അപ്പൊ നോക്കൂ, നിങ്ങൾ അതൊന്നും ചോദിച്ചാലുണ്ടാ. നീ ഒറ്റ കാര്യത്തിൽ അതൊന്നൊരു അസൂയക്കാരുണ്ടായി അകപ്പെടലല്ല. ഒന്നൊരു പ്രശ്നമല്ല കുട്ടി. എന്താ മനസ്സിലാക്കാത്ത? നിനക്ക് നിഅമത്തുണ്ടെങ്കിൽ അസൂയക്കാരുണ്ട്. തല കൊടുത്ത് നീ ചിന്തിക്ക്. അകപ്പെടൽ ഒന്നാണ്. 2 ക്ലാസ്സിൽ ഞാൻ അകപ്പെടൽ പറഞ്ഞു. ഇത് 3ാമത്തെ ക്ലാസ്. അകപ്പെടൽ എന്നാൽ പടച്ചോൻ നിനക്ക് ഉറപ്പിച്ചു തന്ന ഒരു വസ്തുതയിൽ നിനക്ക് ശക്കുണ്ടാവുക എങ്കിൽ നീ അകപ്പെട്ടവനാണ്.
അതെന്താണ്? അത് നിന്റെ റിസ്ക്കാണ്. നിന്റെ റിസ്ക്കിൽ നീ വെപ്രാളപ്പെട്ടാൽ നീ മുഅ്മിനാവില്ല. റിസ്ക്കിൽ വെപ്രാളപ്പെടരുത്, അധ്വാനിക്കാം. നിങ്ങളുടെ പേരെന്താ? അബ്ദുറഹ്മാൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ ഒരു ലാഭമുണ്ട്, പിന്നെ ആലാലും അറാമെന്ന് എന്നോട് ചോദിക്കണ്ട, പക്ഷെ പൈസ കിട്ടും എന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ പറയ് എന്താന്ന് നോക്കാലോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. അവിടെ ഫസ്റ്റിൽ തന്നെ പറഞ്ഞ മറുപടി അതെനിക്ക് പറ്റൂല. എൻ്റെ ഉസ്താദെ വമ്പൻ ലാഭം കിട്ടും, ആയിക്കോട്ടെ ഹലാലും അറാമെന്ന് എന്നോട് ചോദിക്കണ്ടെന്ന് പറഞ്ഞാൽ കഴിഞ്ഞല്ലോ. പക്ഷെ പൈസ കിട്ടും ഉസ്താദെ, ആയിക്കോട്ടെ ആ പൈസ എനിക്ക് വേണ്ട. എന്തുകൊണ്ട്? എൻ്റെ റിസ്ക്കിൽ എൻ്റെ റബ്ബ് ഉറപ്പെന്നതാണ്. എൻ്റെ മനസ്സിലായില്ല. ഈ ഭൂമിയിലുള്ള ഏത് ചരാചരത്തിനും ഞാൻ റിസ്ക് ഉറപ്പായി കൊടുക്കുമെന്ന് റബ്ബേറ്റല്ലേ. പിന്നെന്തിനാ ബേജാറാണ്? അതിനകത്ത് അധ്വാനിക്കേണ്ടതല്ല. അധ്വാനിക്കുന്നത് എന്തിനല്ല? റിസ്കിനല്ല. അല്ല, അധ്വാനിക്ക എന്നത് അധ്വാനിക്കണല്ലോ. അധ്വാനിക്കൽ വേണല്ലോ. ഒരു ഉറുമ്പിന്റെ ആത്മകഥമാണ്, ഒരു ബെയ്ത്താണ്, അറബി കവിതയാണ്. ഞാൻ പണ്ട് പഠിച്ചതാണ്. എവിടുന്നാ എനിക്ക് ഓർമ്മയില്ല, സ്കൂൾ പുസ്തകത്തിലാണോ അതിന് മുമ്പാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, അതിന് ശേഷമാണോ ഓർമ്മയില്ല. ഏതായാലും ഒരു കവിതയാണ്, പാഠപുസ്തക കവിതയാണ്. ഒരു ഉറുമ്പിന്റെ ആത്മകഥ. എന്താ ഉറുമ്പ് പറയുന്നത്? എനിക്ക് മടി ഇഷ്ടമില്ല, മടിയില്ല, എനിക്ക് മടിയില്ല. എന്റെ ലക്ഷ്യം, എന്റെ ഉദ്ദേശ്യം നേടിയെടുക്കലാണ്. ലാ ഉബാലി ബിത്താബ്, അതിന്റെ പിന്നിൽ അധ്വാനം എനിക്ക് വിഷയമല്ല. ഉറുമ്പ് അങ്ങനെയല്ലേ? ഉറുമ്പ് വെറുതെ ഇരുന്ന് വിശ്രമിച്ച് ചായ കുടിക്കണ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉറുമ്പ് ഓടിന്. അത് അതേ സമയത്ത് ഉറുമ്പിന്റെ ഭക്ഷണം ആര് ഏറ്റിട്ടുണ്ട്? അല്ലാഹു ഏറ്റിട്ടുണ്ട്. അതതിനെ അറിയുകയും ചെയ്യും. അതറിയാത്തൊരു തെറ്റുണ്ടെങ്കിൽ മനുഷ്യനാണ്. അതിന്റെ റിസ്ക് അല്ലാഹു ഏറ്റിട്ടുണ്ട്. പക്ഷെ അധ്വാനം എന്നത് എല്ലാവരും മേലും അല്ലാഹു വാജിബാക്കിയിരുന്നു. അധ്വാനിക്കണം. എന്നാൽ നീ അധ്വാനിച്ചത് കൊണ്ടല്ല നിനക്ക് കിട്ടുന്നത്, അധ്വാനിക്കാത്തത് കൊണ്ട് കിട്ടാതിരിക്കില്ല. അധ്വാനം എന്നത് ഈ പ്രപഞ്ചത്തിന്റെ ഒരു നിയമമാണ്. ഒരു മനുഷ്യൻ അധ്വാനിക്കണം. അധ്വാനില്ല. കവിതയുടെ ബാക്കിയാണ്. ഞാൻ മിതശീതോഷ്ണാവസ്ഥയുള്ള നല്ല വീടുണ്ടാക്കും ഞങ്ങൾ ഉറുമ്പുകൾ. ബിനിളാമിൻ, നല്ല കൃത്യമായ മിതശീതോഷ്ണാവസ്ഥ നിലനിർത്തുന്ന വീടുകളാണ് ഭൂമിക്കടിയിൽ. ആ ഹജ്ജ് കഴിഞ്ഞ് ചില്ലറ ദിവസം കഴിഞ്ഞ് റസൂൽ വഫാത്തായി. അപ്പൊ അതിന് മുമ്പ് മരിച്ചവരോ? ഹജ്ജില്ലാന്ന് മരിച്ചവരാണ്. പക്ഷെ അവരാരാണ്? മുഅ്മിനീങ്ങളാണ്. കാരണം അവർക്കൊരു വിശ്വാസമുണ്ട്. എന്ത്? ഞങ്ങൾക്കാരും മതി അല്ലാഹ്. ചിന്തിക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ? നമ്മൾ എന്തും നെറികേടും കാട്ടും, എന്തും കാട്ടും, ഏത് നെറികേടും കാട്ടും. എന്തിനു വേണ്ടി? നേട്ടത്തിന് വേണ്ടി. നേട്ടത്തിന് വേണ്ടി എന്ത് നെറികേടും കാട്ടും. അതിൽ പണ്ഡിത പാമര വ്യത്യാസമില്ല. തലയിൽ കിട്ടുന്നത് വലിയൊരു കാര്യമല്ല. തൊപ്പിട്ടു, കോട്ടിട്ടു ഒന്നും വലിയ കാര്യമല്ല. ഇതൊക്കെ നാട്യങ്ങളാണ്. ഇപ്പൊ കഥകളിക്കാരൻ്റെ വേഷമുണ്ട്. ആ വേഷം ഉണ്ടെങ്കിൽ അവനെ കഥകളിക്കാരനായി അംഗീകരിക്കുള്ളൂ. അപ്പൊ
കഥകളിക്കാരൻ്റെ കഥ എന്തായാലും വേണ്ടില്ല, ഈ കഥ അവൻ ഉൾക്കൊണ്ടാലും ഉൾക്കൊണ്ടിട്ടില്ലെങ്കിലും വേണ്ടില്ല, അവൻ എന്ത് വേണം? വേഷം കെട്ടണം. കള്ളനെ പിടിച്ചാലും പിടിച്ചിട്ടില്ലെങ്കിലും പോലീസുകാരന് കാക്കിടണം. അള്ളാഹുവിനെ വിശ്വാസം ഉണ്ടായിട്ടില്ലെങ്കിലും മോലിയന് തലയെ കെട്ടണം, അല്ലെങ്കിൽ തൊപ്പിടണം, അല്ലെങ്കിൽ നിങ്ങളുപ്പാൻ. നിങ്ങളിൻ്റെ കൂടെ ഇല്ല, അതൊന്നും ഈമാനിൻ്റെ അടയാളം. ജനങ്ങൾ അവനെ മൂല്യരാണെന്ന് മനസ്സിലാക്കണം എന്നുള്ള. എൻ്റെ വാപ്പ പറയും, എടാ കാക്കിടാൻ മടിയില്ലാത്തതും മടിയുള്ളതും പോലീസാകാൻ നടക്കരുത്. തൊപ്പിടാതെ പരിച്ചെന്ന് കയറിയാൽ അത് വാപ്പ കണ്ട വാപ്പ അതാ പറയും, എടാ തല മറക്കണം. തല മറക്കാതെ കണ്ട വാപ്പ പറയും, എടാ കാക്കിടാൻ മടിയില്ലാത്തവൻ മടിയുള്ളവൻ പോലീസാകാൻ നടക്കരുത്. അതൊരു വർത്താനാണ്. അപ്പൊ പോലീസിന് എന്ത് വേണം? കാക്കിടാൻ സജ്ജനായിരിക്കണം. കാക്കിടണം, അപ്പോഴേ പോലീസാണ്. വെളുത്ത കുപ്പായും തലയെക്കെട്ടോ തൊപ്പിയുണ്ടെങ്കിലും മൂല്യരാവും. കഥകളിൻ്റെ വേഷം ഉണ്ടെങ്കിൽ കഥകളിക്കാരനാവും. അതൊക്കെ വേഷഭൂഷാദികളാണ്. അതിനൊന്നും അതിൻ്റെ അടിസ്ഥാന കാര്യങ്ങളുമായി ഒരു ബന്ധമില്ല. വളരെ ചിന്തിക്കി 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 ചിന്തിക്കി. അള്ളാഹു ഏറ്റവും ഒരു കാര്യം ഞങ്ങൾക്ക് ഉദാഹരണം, അള്ളാഹു പറഞ്ഞിട്ട് മനുഷ്യന്മാർ വിശ്വസിച്ചില്ല. അപ്പൊ അള്ളാഹു സത്യം ചെയ്തു വന്നു. ഞാൻ അൻവറിനോട് പറഞ്ഞു, അൻവറെ ഞാൻ നാളെ നിനക്ക് 1,00,000 രൂപ തരാം. അപ്പോ അൻവറിന് ഡൗട്ടാവും, എന്തുകൊണ്ട് അങ്ങനെ തൽക്കാലം വരെ ആർക്കും കൊടുത്തിട്ടില്ല. അങ്ങനെ അപ്പൊ ഞാൻ പിന്നെ പറഞ്ഞു, അൻവറെ ഞാൻ 1,00,000 രൂപ നാളെ രാവിലെ തരും കേട്ടോ, ജില്ലാർ ഖുറാന്റെ ഓഫീസിൽ വന്നാൽ മതി. ഞാൻ എൻ്റെ വക എനിക്ക് 1,00,000 രൂപ തരാൻ തീരുമാനിച്ചിട്ടുണ്ടാവും. പിന്നെയും പറഞ്ഞിട്ട് ഞാൻ എന്ത് പറഞ്ഞു? അള്ളാഹുവാണ് സത്യം, ആകാശം പടച്ചവനായ അള്ളാഹുവാണ് സത്യം, ഭൂമി പടച്ച റബ്ബാണ് സത്യം. ഞാൻ നിനക്ക് നാളെ 1,00,000 രൂപ. അപ്പോൾ വിശ്വാസമായി. കാരണം ഞാൻ എന്ത് ചെയ്തു? സത്യം ചെയ്തു. എന്നാൽ ഈ വിഷയത്തിൽ അള്ളാഹു സത്യം ചെയ്തിട്ടുണ്ട്, നമുക്ക് എന്നിട്ട് വിശ്വാസമില്ല. ദാരിയാത്ത് അധ്യായം എടുക്കുക, ദാരിയാത്ത് അധ്യായം ആയത്ത് കാണിച്ചത്. ദാരിയാത്ത് അധ്യായം എടുക്കുക, ദാരിയാത്ത് അധ്യായം എടുക്കുക. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وفي السماء رزقكم وما توعدون فورب السماء والأرض إنه لحق. وفي السماء رزقكم وما توعدون فورب السماء والأرض إنه لحق. حسبي ربي جل الله غير الله على النبي صلى الله إلا الله 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 الله. എത്രയാ നമ്പർ? ആയത്തെ നമ്പർ പറയും. في السماء رزقكم وما توعدون. നിങ്ങൾക്കെല്ലാമുള്ള ഭക്ഷണം മുകളിലുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കുള്ള ഭക്ഷണം മുകളിലുണ്ട്. നിങ്ങൾക്കെല്ലാം വേണ്ട റിസ്ക് മുകളിലുണ്ട്. പിന്നെ അത് പറയണതാ, ആകാശത്തിന്റെ റബ്ബായ ഞാനാണേ സത്യം, ഭൂമിയുടെ നാഥനായ ഞാനാണേ സത്യം, ഇന്നഹു ലഹഖ്, അത് സത്യം, ഉറപ്പാണ് കേട്ടോ.
എപ്പോഴും സത്യം ചെയ്യേണ്ടിയിരുന്നേ? അനുവാചകന് സംശയം ഉണ്ടാവും. പക്ഷേ ഇല്ലെങ്കിൽ എന്തിനാ സത്യം ചെയ്യുക? അത് അനാവശ്യമല്ലേ? ഇവിടെ മഴ പെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം, ഇത് മഴക്കാലം. അല്ലാഹുവാണ് സത്യം, ആകാശം പടച്ച റബ്ബാണ് സത്യം, ഇത് മഴക്കാലമാണ്, അങ്ങനെ വേണ്ട ആവശ്യമുണ്ട്. ഒരു ചെറിയ സുഷിരത്തിലൂടെ ഒരു പിന്നെ ഒരു വെള്ളം കൊണ്ട് വീണപ്പോൾ ഒരാൾ പറഞ്ഞു, ഉസ്താദേ ചോരുന്നുണ്ട്, ചോർന്നൊരിക്കുന്നുണ്ട്. അപ്പം ഞാൻ തിരിച്ചെന്ത് പറയും? അത് മഴക്കാലല്ലേ. അപ്പൊ തിരിച്ച് എങ്ങനെ പറയണോ? ആകാശം പടച്ച റബ്ബാണ് സത്യം, ഇത് മഴക്കാലമാകുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ വിചാരിക്കുക? ഉസ്താദിന് എന്തോ പറ്റിപ്പോയല്ലോ, എന്താ പറ്റിയേ എന്നൊക്കെ പറഞ്ഞ തല. ഒരു കാര്യം എടുക്കുമ്പോൾ, ഒരു കാക്ക് പറയുമ്പോൾ അനുവാചകന് വിശ്വാസമില്ലെങ്കിൽ മാത്രം ചെയ്യണതാണ് എന്ത് സത്യം. നമ്മൾ ഗൾഫിൽ നിന്ന് വന്നു, നമ്മൾ എന്താന്ന് പറഞ്ഞാൽ കാർഗോ വഴി പെട്ടി വിട്ടു. അപ്പം നമ്മൾ കൈയും വീശിച്ച് കരിപ്പോർട്ടിൽ വന്നിറങ്ങി. പെണ്ണുങ്ങൾ കുറേ വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ബാക്കിലൊക്കെ നോക്കും, എന്ത് പെട്ടി വരുന്നുണ്ടോ. കാരണം പെണ്ണുങ്ങൾക്ക് നിങ്ങളെക്കാൾ ആവശ്യം പെട്ടിയാണ്. അപ്പോൾ പിന്നെ എന്താണ്, അപ്പോൾ അവരോട് നമ്മൾ പറഞ്ഞ് പെട്ടി പിന്നെ കാർഗോയിൽ വിട്ടിട്ടുണ്ട്, ആയിക്കോട്ടെ വണ്ടി കയറി പോരും. പിന്നെ വണ്ടി കയറാൻ നേരത്തെ പിന്നെ അവളൊന്നും കൂടി നോക്കും, കാരണം നമ്മളെ പറ്റിക്കാൻ പറഞ്ഞതാണോ പെട്ടി വരുന്നില്ലേ. പിന്നെ വണ്ടി കയറിയിട്ട് പിന്നെ പെട്ടിൻ്റെ കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്തിയ പറയും, ബേജാറാണ്ട്, എന്തിനാണ് ബേജാറാണ്, പെട്ടി വരുന്നുണ്ട്, ഞാൻ കാർഗോയിൽ വിട്ടതാണ്. അതൊക്കെ പോയി രാത്രി കിടക്കുമ്പോഴും ഓള് എന്ത് പറഞ്ഞു? അല്ല നിങ്ങളൊന്ന് തീർത്ത് പറയും മനുഷ്യ, ആദ്യമായിട്ട് ഗൾഫിൽ നിന്ന് വരുന്ന ആളല്ല, എൻ്റെ കാക്കയും ബാപ്പയൊക്കെ ഗൾഫിൽ പോയവരാണ്. അല്ല നിങ്ങൾ പെട്ടിൻ്റെ കാര്യം എന്ന് പറയും. അപ്പം എന്ത് പറയും? എന്നെ പടച്ച് റബ്ബാണ് സത്യം, ഞാൻ അല്ലാഹുവാണ് സത്യം, ആകാശം പടച്ച റബ്ബാണ് സത്യം, കഅബയുടെ നാഥനായ റബ്ബാണ് സത്യം, ഞാൻ പെട്ടി കാർഗോയിൽ വിട്ടിരിക്കുന്നു. അപ്പോഴാ ഒക്കെ ഒരു സമാധാനമാണ്. ഇഞ്ചക്കാക്കൊരിക്കലും അള്ളാഹിനെ പിടിച്ച് നോണ സത്യം ചെയ്യും. അപ്പോൾ വിശ്വാസമായി. ഇതിപ്പോഴും നമുക്ക് വിശ്വാസമല്ല. എന്ത് അള്ള പറഞ്ഞു, ഞാനാണേ സത്യം, നിങ്ങളെ റിസ്ക്കിൽ നിങ്ങൾ കൊയങ്ങൂലട്ടോ പറഞ്ഞിട്ട് ഇപ്പോഴും നമുക്ക് വേറുള്ള ആളെ പറ്റിക്കാൻ തോന്നുന്നു. എന്തുകൊണ്ട്? നമ്മളെ റിസ്ക് എങ്ങാനും മുടങ്ങിയാലോ. അപ്പൊ റിസ്ക്കിന്റെ കാര്യത്തിൽ ഡൗട്ടുള്ളവന് എന്തുണ്ടാവില്ല? ഈമാൻ ഉണ്ടാവില്ല, ഈമാൻ തവക്കുല. ഒരു അടിസ്ഥാനാണത്. പരലോകം അങ്ങനെയല്ല, പരലോകം അങ്ങനെയല്ല. പരലോകത്തെ റിസ്ക് അല്ല ഏറ്റിട്ടില്ല, ഈ ലോകത്തെ റിസ്ക് അല്ല ഏറ്റതാണ്. കാരണം പണിയാണല്ലോ. പണിക്കാർക്ക് എന്ത് കൊടുക്കണം? പണിക്ക് എന്തൊരു മനുഷ്യന്മാരാ. പണിക്കാർക്ക് എന്ത് വേണം? കൂലി ഞാൻ ഇറങ്ങിയിട്ട് അബ്ദുറഹ്മാനെ അടിച്ചിട്ട് ഞാൻ പൊളിക്കും. പണിക്കാർക്ക് കൂലികളാ കൊടുക്കേണ്ട. ആദ്യം കൂലി അങ്ങനെ 5 മണിക്കല്ലേ. പണിക്കാർക്ക് എന്താ കൊടുക്കേണ്ടത്? ചെലവ് കൊടുക്കേണ്ടതായി. അപ്പൊ നമ്മളിവിടെ അള്ള എന്തിനു വന്ന? നമ്മളെ അള്ള ഇവിടേക്ക് എന്തിനു കൊണ്ടുവന്നാണ്? പണിക്കാരുടെ അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ. അപ്പൊ പണിക്കാർക്ക് എന്ത് കൊടുക്കണം? ചെലവ് കൊടുക്കണ്ടേ? ഇത് മാന്യനായ മുതലാളിയല്ലേ? നമ്മളെങ്ങനെ മേപ്പെട്ട് നോക്കാൻ പറ്റും? അള്ള നമ്മൾ അങ്ങോട്ട് എന്തിനു വിളിച്ചടാ? അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ഒന്ന് പറയുടെ ചെങ്ങായി, അവിടെ പണിയില്ല, അതുകൊണ്ട് ചെലവ് ഉറപ്പില്ല. എന്തൊരു കൗമാണ്! അവിടെ പണിയില്ലല്ലോ, അതുകൊണ്ട് എന്തുറപ്പില്ല? ചെലവില്ല, ഉറപ്പില്ല. നീ ചെലവാണെങ്കിൽ ഇവിടെ ഉണ്ടാക്കിക്കോ, അതിന് അള്ളാഹ്ക്ക് വിരോധമില്ല. അവിടുത്തെ ചെലവ് ഇവിടെ ഉണ്ടാക്കുന്ന അള്ളാഹ്ക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ അള്ളാഹ് ഏറ്റിട്ടില്ല. ഇവിടുത്തെ ചെലവ് അള്ളാഹു തആല എന്തുകൊണ്ട്? ആ തൊഴിലുടമയാണ്. തൊഴിലുടമ എന്ത് ചെയ്യണം? തൊഴിലാളിക്ക് എന്ത് ചെയ്യണം? കൂലി പിന്നിലടനായി ആദ്യം എന്ത് കൊടുക്കണം? ഏത് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്ന? ബ്രിട്ടീഷുകാരാണ് പൊറാട്ട കണ്ടുപിടിച്ചത്. എന്ത്? തൊഴിലാളികൾക്ക് പരമാവധി വിശപ്പ് കുറക്കാൻ വേണ്ടിയിട്ട് യൂറോപ്യന്മാർ കണ്ടുപിടിച്ച ബഹുമാനപ്പെട്ട ഭക്ഷണമാണ് എന്ത്? ബഹുമാനപ്പെട്ട പൊറാട്ട. പുഴുങ്ങല്ലരി ഒക്കെ അതിൽപ്പെട്ടതാണ്. പുഴുങ്ങിയാൽ ദഹനം കുറഞ്ഞു.
മനസ്സിലായില്ലേ? ചിന്തിക്കണം. ഒക്കെ ജമ്മികളും ഈ ജമ്മികൾക്ക് നേതൃത്വം കൊടുത്തവരൊക്കെ കണ്ടുപിടിച്ചതാണ്. എന്ത്? പുഴുങ്ങലരി പുഴുങ്ങിക്കഴിഞ്ഞാൽ ദഹനം കുറയും. അപ്പോൾ ഒരു ഒറ്റ കഞ്ഞട് കൊടുത്താൽ തന്നെ മദ്യോ. അപ്പൊ എന്തുകൊണ്ട് അവരൊന്നും മാന്യന്മാരല്ല? പഠിച്ചോ അങ്ങനല്ലേ? പക്ഷെ മാന്യനായ റബ്ബ, മാന്യനാണല്ലേ ആദ്യം പറഞ്ഞ് ഏറ്റവും മാന്യനാണ്, ഏറ്റവും ഔദാര്യവാനുമാണ്, ഏറ്റവും മാന്യനാണ്. അൽ അക്രം, ഏറ്റവും മാന്യൻ, ഏറ്റവും മാന്യൻ. നിസ്കരിക്കാൻ പറയുമ്പോൾ അള്ളാഹിനെ പറ്റി പറഞ്ഞ് മാന്യനാണ്. അപ്പൊ മാന്യനായ റബ്ബ് നമുക്ക് എന്ത് തരും? ഇവിടെ പണിക്കൊണ്ടെന്നുകൊണ്ട് എന്ത് തരും? പക്ഷെ ഉറപ്പാ കൈക്കോട്ട് പണി എടുക്കാത്തവർക്കും കിട്ടും. കൈക്കോട്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തിരിഞ്ഞാൽ എന്ത് കൊടുക്കും? അത് മാന്യനായ പോലാടി പറയില്ല. അപ്പൊ നമ്മളൊക്കെ തിരിഞ്ഞളിക്കണോയാ, എന്നാൽ നമുക്ക് എന്തുണ്ടാവും? ചെലവുണ്ടാവും ഉറപ്പ്, കൂലി. പിന്നെ എന്നാലും നമുക്കൊരു ഡൗട്ടായി കിട്ടുമല്ലേ? ഒരാളെ പറ്റിക്കാൻ തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഒരാളെ പറ്റിക്കാൻ തോന്നുന്നത് എന്തുകൊണ്ടാണ്? രണ്ട് കാര്യം കൊണ്ടാണ് മനുഷ്യനെ പറ്റിക്കുന്നത്. ഒന്ന് ഖൗഫ്, ഒന്ന് ഹമ്മ്. ഖൗഫ് എന്ന് പറഞ്ഞാൽ കിട്ടുമോ എന്നുള്ള പേടി, അതിനാൽ ഉണ്ടായിത്തീരുന്ന ഒരു തരം ടെൻഷൻ. ഇതാണ് ലോകത്തിലുള്ള എല്ലാ തിന്മയുടെയും അടിസ്ഥാനം. തിന്മയുടെ അടിസ്ഥാനം ഖൗഫും ഹമ്മുമാണ്. ഹമ്മ എന്നാൽ ടെൻഷൻ. ടെൻഷൻ വേണ്ട റിസ്ക്കിൽ ടെൻഷനേ വേണ്ട. അതായത് നീ എത്ര വലിയ ആളായതുകൊണ്ട് കാര്യമില്ല, അള്ളാഹു നിശ്ചയിച്ച കിട്ടും. നീ ഒന്നല്ലേ കിട്ടും. അത് ഏറ്റതാണ് ഡ്യൂട്ടി നിനക്ക് എത്ര പോയിട്ടാണ് മനസ്സിലാണ്ട് പറഞ്ഞു. ചിന്തിക്കും. അത് മരിക്കണേന്റെ തലേന്നാണെങ്കിലും കുടിച്ചുത്തണം. എന്തിന്? അത് ഡ്യൂട്ടിയാണ്. ഇതിൽ നിന്നും പഴമുണ്ടായിട്ട് കഴിക്കും തിന്നു ഉറപ്പുണ്ടോ? അതൊന്നുമില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്തുകൊണ്ട്? അത് ഡ്യൂട്ടിയാണ്, അത് നമ്മൾ ചെയ്തിരിക്കണം. നിങ്ങൾക്കെല്ലാം വേണ്ട ഭക്ഷണം മുകളിലുണ്ട്. അവിടെയാണ് ഗോഡൗൺ. ആകാശങ്ങളുടെയും ഭൂമിയുടെയും രക്ഷിതാവാണ് ഞാനാണ് സത്യം. ഇന്നഹുലഹക്കും തീർച്ചയായും ഇത് സത്യം തന്നെയാണ്. സത്യം ചെയ്തിട്ട് സത്യം എന്ന് പറഞ്ഞു. ഇങ്ങോട്ട് നോക്ക്. അല്ലാഹു സത്യം ചെയ്യേണ്ടി വരിക നമ്മളെ മോശത്തരം കൊണ്ട്. മനസ്സിലായില്ലേ? ചിന്തിക്കണം. അല്ലാഹു നമ്മളെ എന്താ മോശത്തരം? എന്താണ് നമുക്ക് വിശ്വാസം വരുന്നില്ല? അള്ളാഹു നിശ്ചയിച്ച റിസ്ക് നിനക്ക് കിട്ടും എന്ന് പറഞ്ഞിട്ട് എന്ത് വരുന്നില്ല? ഇത് നിസ്കരിക്കുന്നുണ്ട്, ഇത് നോമ്പ് വെക്കുന്നുണ്ട്, മറ്റോ നീ പറ്റിക്കും. എന്തുകൊണ്ടാ പറ്റിക്കണത്? എന്തുകൊണ്ടാ പറ്റി? നിന്റെ റിസ്കിൽ നിനക്കുറപ്പ് ഇല്ല. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു എന്താ തഖ്ദീറാണ്? എന്താ തഖ്ദീർ? ഒരു മനുഷ്യന് റബ്ബ് നിശ്ചയിച്ചത് അയാൾക്ക് കിട്ടും. ഇതല്ലേ ഈമാന്റെ അവസാനത്തെ കാര്യം? ഒന്ന് ആണോ അല്ലേ? ഇത് ഉറപ്പുണ്ടെങ്കിൽ എന്തിനാ കക്കാൻ പോയത്? ഇന്നലെ രാത്രി ഒരു മോഷ്ടാവ് കക്കാൻ പോയിട്ടുണ്ടാവും. അയാൾക്ക് കട്ടിട്ട് പിന്നെ 1 കിലോ പൊന്ന് കിട്ടിയെന്ന് സങ്കല്പിക്കുക. ഇത് തഖ്ദീറാണോ അല്ലേ? അല്ലാഹു കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കട്ടെടുത്തു. അങ്ങനെയാണോ? അള്ളാഹുവിന് കൊടുക്കരുത് ശേഷം രാത്രി മതിരി ചാടി മറിഞ്ഞ് കട്ടു. അങ്ങനെയാണോ? അർച്ചോനെ, ഈ മനുഷ്യന്മാർക്ക് അന്തം കൊടുക്കണമേ റബ്ബേ. ഒരു പറയട, ഒരു ആമീൻ പറയട. ഇന്നലെ ഒരാൾ കട്ടിട്ടുണ്ടാവുമല്ലോ. ഇന്നലെ ഒരു അമുക്കായ ഉദ്യോഗസ്ഥൻ കൈക്കൂലി വാങ്ങിയിട്ടുണ്ടാവും. ഒരു അമുക്ക് ഉദ്യോഗസ്ഥൻ ഇന്നലെ എന്ത് ചെയ്തിട്ടുണ്ടാവും? കൈക്കൂലി വാങ്ങിയിട്ടുണ്ട്. മനസ്സിലാവേണ്ടി പറഞ്ഞത് കൈക്കൂലി വാങ്ങിയിട്ടുണ്ടാവും. ഈ കൈക്കൂലിയിൽ ഇന്നലെ അയാൾക്ക് ഒരു മന്ത്രി, ഇന്നലത്തെ കൈക്കൂലിയിൽ അയാൾക്ക് ഇന്നലെ മന്ത്രിക്ക് ഒരു 10 കോടി റുപ്യ. മന്ത്രിയാകുമ്പോൾ കുറച്ച് മന്ത്രിനനുസരിച്ച് പറയണല്ലോ വിചാരിച്ചില്ല. 10 കോടിയൊന്നും മന്ത്രിക്കൊന്നും അല്ലട്ടാ, ഒന്നും വിചാരിക്കണ്ട. അപ്പം
ഇന്നലെ ഒരു ബഹുമാനപ്പെട്ട മന്ത്രി 10 കോടി കൈക്കൂലി വാങ്ങിയിട്ടുണ്ടാവാം. ഉണ്ടാവാം. ഇന്ത്യ ആവുമ്പോൾ നമ്മൾ ഉറപ്പിക്കാൻ വേണം, അങ്ങനെ ഉണ്ടാവാം എന്നല്ല. ബഹുമാനപ്പെട്ട ഇന്ത്യ ആവുമ്പോൾ ഇവിടെ എന്താ നടക്കണത്? ഒന്നും നടക്കണില്ലെങ്കിൽ എന്ത് നടക്കുന്നുണ്ട്? കൈക്കൂലി. ഞാൻ ഈ അടുത്ത കാലത്തൊക്കെ റോഡ് നന്നാക്കണുണ്ടപ്പോൾ ആദ്യം വിചാരിച്ചു എന്താ ഇത്ര വലിയ പ്രജാക്ഷേമ തൽപരത. അപ്പോൾ എന്താണ് ഏറ്റവും കൂടുതൽ കൈക്കൂലി നടക്കുന്ന വിഷയമാണ് എന്ത്? റോഡും പാലും ഉണ്ടാക്കി. അതുകൊണ്ട് മന്ത്രിമാരും ജനങ്ങൾ പട്ടിണി നടന്നാലും എന്തുണ്ടാക്കും? റോഡും പാലും ഉണ്ടാക്കും. പുറത്തു പറയണ്ട. മന്ത്രിമാർ കൈക്കൂലി വാങ്ങുന്ന കാലത്തോളം റോഡിന്റെ കാര്യത്തിലും കുടുങ്ങൂല. അപ്പൊ നോക്കൂ നിങ്ങൾ, ഇന്നലെ ഒരു മന്ത്രി 100 കോടി രൂപ കൈക്കൂലി എഗ്രിമെന്റ് ആയിട്ടുണ്ട് എന്ന് സങ്കല്പിക്കാം. ഈ വ്യക്തിക്ക് അള്ളാഹുവിന്റെ തഖ്ദീറിൽ പെട്ടതോ തഖ്ദീറിൽ പെടാത്തതോ ഈ പൈസ, ഈ 100 കോടി അയാളുടെ തഖ്ദീറിലില്ല. പക്ഷെ പിന്നെ അയാൾ അങ്ങോട്ട് അധ്വാനിച്ചിട്ട് മന്ത്രിയായിട്ട് അള്ളാഹിനെ പാറ്റിച്ചിട്ട് 100 കോടി ഉണ്ടാക്കി. അങ്ങനെയാണോ? അല്ല, അള്ളാഹിന്റെ തഖ്ദീറിലുള്ളതാണ്. അതേസമയത്ത് തഖ്ദീറിൽ ഇല്ലെങ്കിലോ കിട്ടൂല. നമ്മൾ ടെലികോം കുംഭകോണം നടത്തിയ ഒരു മന്ത്രിയെ പറ്റി, ഒരു കേന്ദ്രമന്ത്രിയെ പറ്റി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ബിഫോർ 10 years or 15 years ഓർമ്മയുണ്ടോ സംഭവം? അതെ, പേര് പറയണ്ട പൊതുപ്രഭാഷണത്തിൽ പേര് പറയണ്ട. ചിലപ്പോൾ പിന്നെ അയാൾ നന്നായിട്ടുണ്ടാക്കാം. ഏതായാലും അയാൾ കൈക്കൂലി കൊപ്പിട്ടു. കൈക്കൂലി വാങ്ങിയതിന്റെ പിറ്റേ ദിവസം അല്ലെങ്കിൽ പിറ്റേതിന്റെ പിറ്റേ ദിവസം പിടിക്കപ്പെട്ടു. അത് മുഴുവൻ കണ്ടുകെട്ടി. ജഡ്ജി അയാൾ കൈക്കൂലി വാങ്ങിയ അക്കം, പണത്തിന്റെ അക്കം വായിക്കാൻ കഴിയാത്ത ജഡ്ജി ചെയറിലിരുന്നു പോയി. കോടികളുടെ അക്കം വായിക്കാൻ ആർക്ക് കഴിഞ്ഞില്ല? മനസ്സിലായി? കണ്ണീരിട്ടടിച്ചു. ആർക്ക്? ഇത് നടന്ന സംഭവം. പക്ഷെ ഇയാൾക്കൊരു ഉറുപ്പ്യ പോലും കിട്ടിയില്ല. അയാളൊപ്പമുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് അയാൾ അന്നെ കൈക്കൂലി കൊടുത്തിട്ടുണ്ടാവും. കാരണം അവർക്ക് കൊടുക്കേണ്ടത് കൊടുത്താലല്ലേ ഈ കൈക്കൂലിക്ക് സൗകര്യം ഉണ്ടാവുള്ളൂ. അവർക്ക് ഉപകരിച്ചു, ഇയാൾക്കൊരു പൈസ പോലും ഉപകരിച്ചില്ല. എന്തുകൊണ്ട്? അയാൾ തക്കതീരില്ല, അങ്ങനെ ഒരു പൈസ ഇല്ല. അപ്പൊ നോക്കൂ നിങ്ങൾ, എപ്പോഴും ശിക്ഷിച്ചു. അപ്പൊ ഇന്നലെ രാത്രി മോഷ്ടിക്കാൻ പോയിട്ട് 1 കിലോ പൊന്ന് കിട്ടിയ ഒരു മോഷ്ടാവ്, അയാളെ തഖ്ദീറിൽ ഈ 1 കിലോ പൊന്ന് കിട്ടൽ ഉണ്ടോ? ഇല്ലേ? ഉണ്ടല്ലോ. ഇല്ല. തഖ്ദീറിൽ പടച്ചോൻ നേരത്തെ അയാളിൽ കണക്കാക്കിയ തഖ്ദീറിൽ ഈ പണം ഇല്ലെങ്കിൽ അയാൾ മോഷ്ടിക്കാൻ പോയാലും അയാൾക്ക് കിട്ടൂല. ശരി, തഖ്ദീറിൽ ഉണ്ടെങ്കിലോ മോഷ്ടിക്കാൻ പോയില്ലെങ്കിലും അയാൾക്ക് ഹലാലായി കിട്ടും. മനസ്സിലായില്ല? ചിന്തിക്കണം. ചിന്തിക്ക്. മോഷ്ടിക്കാൻ പോയിട്ടില്ലെങ്കിലും ഇതിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ? ഇത് നിങ്ങൾക്ക് വിശ്വാസമല്ലേ? നിങ്ങൾ മുഅ്മിനീൻ അറിയില്ല. ഇത് ഈമാനിലെ 6ാമത്തെ കാര്യമാണ്.